अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नु'मिनु बिहि व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي نفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون സത്യവിശ്വാസി വിശ്വാസിനികളെ റഹ്മാനും റഹീമും സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി സൂക്ഷ്മത പുലർത്തുന്ന ആളുകളായി ശിഷ്ടകാല ജീവിതം കഴിച്ചു കൂട്ടണമെന്ന് എന്നോട് ബാധ്യതയായതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ബാക്കിലിരിക്കുന്നവരൊന്ന് മുമ്പോട്ട് കടന്നു നിന്നാൽ വരുന്നവർക്ക് പിന്നെ ഇരിക്കാൻ സഫുകളാക്കിയിരിക്കുക. മുമ്പോട്ട് കടന്നിരിക്കും. ഒന്നാമത് സഫിലിരിക്കുന്നതിൻ്റെ പ്രതിഫലം നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. ഹദീസിൽ പറയുന്നത് അങ്ങനെയാണ്. അതിൻ്റെ പ്രതിഫലം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നറുക്കിട്ട് മത്സരിക്കുമായിരുന്നു. വലിയ പ്രതിഫലമാണ് ഒന്നാമത് സഫിലിരിക്കുന്ന ആളുകൾക്കുള്ളത്. മദീനത്തെ പള്ളിയിൽ മത്സരം, ഒന്നാമത് സഫിലിരിക്കാൻ, ഖുർആൻ ഓതാൻ മത്സരം. ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു മത്സരമില്ല. എല്ലാവരും ബാക്കിലേക്ക് പോവുകയാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലസ് സഫിൽ അവ്വൽ. ഒന്നാമത്തെ സഫിലിരിക്കുന്നവരെയാണ് അല്ലാഹുവും മലക്കുകളും ആശീർവദിക്കുന്നത്. ബാക്കിലിരിക്കുന്നവരെ അല്ലാഹുവും മലക്കുകളും ആശീർവദിക്കുന്നില്ല. അവർ ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെത്രത്തോളം ബാക്കിലേക്ക് പോകുന്നു അത്രയും
അവർക്ക് അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും ആശീർവാദം കിട്ടുകയില്ല. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ വന്നാൽ ഒന്നാമത്തെ സഫിലിരിക്കണമെന്നാണ്. ലോകത്തെവിടെ പോയാലും നമ്മൾ ഒന്നാമത്തെ സഫിലിരിക്കും, ഫ്രണ്ടിലിരിക്കും. പള്ളിയിൽ വരുമ്പോൾ നമ്മൾ മിമ്പർ, മെഹ്റാബ്, ഇതൊക്കെ നമുക്ക് ഭയമാണ്, പേടിയാണ്. അതുകൊണ്ടാണ് സ്വഹാബികൾ മത്സരിച്ചിരുന്നു ഒന്നാമത് സഫിലിരിക്കാൻ, ഖുർആൻ ഓതാൻ, സലാത്തുകൾ ചൊല്ലാൻ, ദിക്റുകൾ ചൊല്ലാൻ അവർ മത്സരിച്ചിരുന്നു. ഒരു മത്സരമുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു മത്സരമില്ല. എവിടെ ഇരുന്നാലും നമുക്ക് നമസ്കരിക്കാൻ പോകും എന്ന്, നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നമുക്ക് പോകാം, അതെവിടെ ഇരുന്നാലും നമുക്ക് കിട്ടും എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നുപോയി. അതുകൊണ്ടാണ് നമ്മൾ ബാക്കിലേക്ക് പോകുന്നു, ബാക്കിലിരുന്ന ആളുകൾ സംസാരിക്കുന്നു. അപ്പോൾ ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, ദാണ്ട അയാൾ സംസാരിക്കുന്നു. സംസാരം പോലും പാടില്ല എന്നാണ്. നമ്മൾ എത്ര ഖുത്ബകൾ കേട്ടു. ഇനി എന്ത് ഖുത്ബയാണ് കേൾക്കേണ്ടത്? സലഫി പള്ളിയിൽ വരുന്ന ഒരാളോട് ഖുത്ബയുടെ മര്യാദ പറയേണ്ട കാര്യമില്ല. നേരത്തെ നിങ്ങൾ പള്ളിയിലെത്തണം, നിങ്ങളുടെ ദർജ വർദ്ധിപ്പിക്കും. ഇത് പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി വരുമ്പോൾ, ഇനിയുള്ള വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിലെത്തിയാൽ എത്തുന്ന ആളുകൾ ഖുർആൻ ഓതണം, ഒന്നാമത്തെ സഫിൽ സ്ഥാനം പിടിക്കണം, ബാക്കിലേക്ക് പോകരുത്. ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ പെടുത്തിയ ആ സൂക്തത്തിലേക്ക് അല്പസമയം നമുക്ക് സംസാരിക്കാം. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ് സമയം എന്ന് പറയുന്നത്. രാപ്പകലുകൾ മാറി വരുന്നതിലൂടെ ലോകത്ത് ഒരുപാട് പ്രത്യേകതകൾ സംഭവിക്കുന്നതായി നമുക്ക് കാണാം. ബുദ്ധിയും ചിന്തയുമുള്ള ആളുകളോട് ചിന്തക്ക് വിഷയീഭവിക്കുവാനും ആലോചനാ വിഷയമാക്കുവാനും പറയുന്നു. വിശുദ്ധ ഖുർആനിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെയും ആ അമൂല്യമായ അനുഗ്രഹത്തെ സംബന്ധിച്ച് മനുഷ്യ സമൂഹത്തെ ബോധവാന്മാരാക്കുവാനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനും പറയുന്നു. നാം പലപ്പോഴും സമ്പത്തിന് വില കൽപ്പിക്കുന്നു, സമയത്തിന് നമ്മൾ വില കൽപ്പിക്കുന്നില്ല. സമ്പത്ത് അത് നഷ്ടപ്പെട്ടാൽ അധ്വാനത്തിലൂടെ, പരിശ്രമത്തിലൂടെ അതിന്റെ 10 ഇരട്ടി തിരിച്ചു പിടിക്കാൻ സാധിക്കും. സമയമെന്ന് പറയുന്നത് നഷ്ടപ്പെട്ടാൽ ഒരു സെക്കൻഡ് പോലും തിരിച്ചു പിടിക്കാൻ ലോകത്ത് ഒരു സംവിധാനവുമില്ല. അത്രയും അനർഘമായ നിധിയാണ് സമയം എന്ന് പറയുന്നത്. സമയത്തിന്റെ വിവിധ ഭാഗങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിനായി ഉപയോഗപ്പെടുത്തിയത് വിശുദ്ധ ഖുർആന്റെ പ്രാരംഭ അധ്യായങ്ങളിൽ നിറഞ്ഞു കിടക്കുന്നതായി നമുക്ക് കാണാം. വല്ലൈലി ഇദാ യഗ്ശാ, രാത്രിയെ തന്നെയാണ് സത്യമെന്ന് പറയുന്നു. വന്നഹാരി ഇദാ തജല്ലാ, പകൽ തന്നെയാണ് സത്യമെന്ന് പറയുന്നു. വദ്ദുഹാ, ഇളവുച്ചയെ തന്നെയാണ് സത്യമെന്ന് പറയുന്നു. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യമെന്ന് പറയുന്നു. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം എന്ന് പറയുന്നു. എന്നിങ്ങനെ സമയത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളെ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം സത്യം ചെയ്യുന്നുവെങ്കിൽ ഖുർആൻ പഠിക്കുന്ന, അത് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സത്യത്തിനായി ഉപയോഗപ്പെടുത്തിയ കാര്യങ്ങൾ അവൻ ചിന്തിക്കാനും ആലോചിക്കാനും വേണ്ടിയാണ്. ഇനി നാളെ പരലോകത്തെത്തിയാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറെ ഭയപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മനസ്സിൽ നിലനിർത്താൻ പറ്റുന്ന ശൈലിയിലാണ് പറയുന്നത്. ലാ തസൂലു ഖദമ അബ്ദി ഹത്താ യുസ്അല അൻ അർബഈൻ, 4 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കപ്പെടും. അതിന് വ്യക്തമായ ഉത്തരം പറയാതെ ഒരാളുടെയും പാദം അത് മുമ്പോട്ടൊന്ന് ചലിപ്പിക്കാൻ അല്ലാഹു അനുവദിക്കുകയില്ല. ഇവിടെ വെച്ച് പറയുന്നു, ഇതായിരിക്കും എന്റെ ചോദ്യം. ആ ചോദ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സമയം, ശബാബ്, യൗവനം.
അതെങ്ങനെയാണ് ചിലവഴിച്ചത്, അതുമായി നിന്റെ സമീപനം എന്തായിരുന്നു എന്ന് അല്ലാഹുവിന്റെ അടുക്കൽ നമ്മൾ ഉത്തരം പറയേണ്ടവരാണ്. ധനത്തേക്കാൾ വിലപ്പെട്ടതാണ് മനുഷ്യന്റെ ആയുസ്സുകാലം എന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഇപ്പോൾ ജീവിച്ച് തീർത്തുകൊണ്ടിരിക്കുന്ന ഈ ആയുസ്, നിമിഷങ്ങള്, മിനിറ്റുകള്, സെക്കൻഡുകള്, മണിക്കൂറുകള്, മാസങ്ങള്, വർഷങ്ങള്, അതങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. സമയത്തിന് നമ്മൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അന്ത്യനാൾ നേർക്ക് നേരെ കാണുന്ന ദിവസം മനുഷ്യന്റെ ചിന്താഗതിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസൂ ഇല്ലാ ശിയത്തൻ ഔ ദുഹാഹാ. അതിനെ അവർ നോക്കിക്കാണുന്ന ദിവസം ഒരു വൈകുന്നേരമോ ഒരു പ്രഭാതത്തിലോ അവർ ഇവിടെ കഴിച്ച് കൂട്ടിയിട്ടില്ലാത്തതുപോലെ ആയിരിക്കും അവർക്ക് തോന്നുക. കഴിഞ്ഞുപോയ ഇന്നലകളെല്ലാം വളരെ തുച്ഛമായി തോന്നും. നിങ്ങൾ എത്ര കാലം ഇവിടെ ജീവിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ഞങ്ങൾ ഒരു ദിവസം, അതിന്റെ അല്പം മാത്രമേ ഇവിടെ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ. സമയം നമുക്ക് തികയുകയില്ല. വളരെ പെട്ടെന്നാണ് നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് എന്ന് നമുക്ക് തോന്നുമെന്നാണ്. ജീവിച്ച് ജീവിതം കൊതി തീർന്നിട്ടില്ല എന്ന് തോന്നും. ഇതാണ് മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ സമയം എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ കൊന്നുകളയുന്നതാണ്. സത്യവിശ്വാസികൾ സമയം പാലിക്കപ്പെടേണ്ടവരാണ്. മുസ്ലിങ്ങളുടെ ആരാധനാകർമ്മത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്ന സലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നമസ്കാരം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ടതാണ്, നിർബന്ധ ബാധ്യതയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സമയനിഷ്ഠയാണ്. ആലസ്യം ഒഴിവാക്കണം. ജാഗ്രതയോടെ ഉന്മേഷത്തോടുകൂടി നമ്മൾ നമസ്കാരത്തിൽ പ്രവേശിക്കണം. അതിനവിടെ ബോർഡ് നോക്കിയിരിക്കുന്നത്. ആളുകൾ വരുമ്പോൾ നോക്കും, ളുഹർ എത്ര മണിക്കാണ്, ജുമാ എത്ര മണിക്കാണ്, അത് നോക്കിയിട്ടാണ് ആളുകൾ പോകുന്നത്. അപ്പൊ സമയനിഷ്ഠയാണ് ഇതിലെ ഏറ്റവും പ്രധാനം. നിസ്കാരത്തിന് ആലസ്യം ഒഴിവാക്കണം. ജാഗ്രതയോടെ ഉന്മേഷത്തോടുകൂടി നമ്മൾ നമസ്കാരത്തിൽ ഏർപ്പെടണം. ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു, ജുമാ കഴിഞ്ഞാൽ ഒരു മീറ്റിംഗ് കൊണ്ട്, അല്ലെങ്കിൽ 9 മണിക്ക് മീറ്റിംഗ് തീരുമാനിച്ചാൽ ആളുകളോട് എത്ര മണി പറയണം? 10 മണി പറയണം. നേരത്തെ എത്തിയ ആളുകളുടെ സമയം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. വിവാഹം, മംഗളകർമ്മം അത് എത്ര മണിക്കാണ്? നിക്കാഹ് എപ്പോഴാണ്? പുതിയാപ്പിള വരുന്നത് എപ്പോഴാണ്? പുതുമാരം വരുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അത് 11:00 12 മടക്ക്. ആദ്യം ഒരു നുണ പറയുക, എന്നാ പിന്നെ 12 മണി പറഞ്ഞൂടെ? നമ്മുടെ സമൂഹം അങ്ങനെ ഒരു തീരുമാനം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. വിശ്വാസികളുടെ സമയം വിലപ്പെട്ടതാണ്. ഇത് ചോദിക്കപ്പെടുന്ന ഒരു അനുഗ്രഹമാണ്. ഒരു നിലക്കും തിരിച്ചു കിട്ടാത്ത അനുഗ്രഹമാണ് സമയം എന്ന് പറയുന്നത്. അൽ ഇമാമുൽ ഹസനുൽ ബദരി, ഒരു താബീ പണ്ഡിതൻ, അദ്ദേഹം പറയുകയാണ്, ഏതൊരു ദിവസമാകട്ടെ, ഒരു ദിവസത്തിന്റെ തുടക്കം പ്രഭാതത്തിലൂടെയാണ്. ആ പ്രഭാതം മനുഷ്യനോട് വിളിച്ചു പറയാണ്, അല്ലയോ മനുഷ്യപുത്ര, അനഹൽക്കും ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. നീ ചെയ്യുന്ന നന്മയാവട്ടെ തിന്മയാവട്ടെ അതിലെല്ലാം ഞാൻ സാക്ഷിയാണ്. നീ എന്നെ പരമാവധി ചൂഷണം ചെയ്തോ, പരമാവധി നീ എന്നെ വിനിയോഗിച്ചോളാൻ. സമയം പറയാണ്, ഇന്നമാന്ത അയ്യാവും മജ്മുഅ, നീ ദിവസങ്ങളുടെ ഒരു കൂട്ടമാണ്. കുല്ലമാ ദഹബയും, നിന്റെ വിലപ്പെട്ട സമയമാണ് ഇങ്ങനെ കഴിഞ്ഞു കടന്നു പോകുന്നതെന്ന് ഓരോ പ്രഭാതവും നമ്മളോട് വിളിച്ചു പറയുകയാണ്. നമ്മൾ അറിയുന്നില്ല. ഈ അവസരത്തിൽ നമ്മുടെ സ്ഥിതി എന്താണ്? ഖബറിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടുന്ന് ഹുറൂജായി, പിടുത്തം വിട്ടു, നമ്മുടെ ആയുസ് കുറയുകയാണ്. ഖബറിലേക്ക് നമ്മൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 24 മണിക്കൂർ എന്നല്ലേ ആളുകൾ പറയണത്. ആ മണിക്കൂർ തന്നിട്ടുണ്ടെങ്കിൽ അത് വിലപ്പെട്ടതാണ്. സമയത്തിന്റെ വില മനസ്സിലാക്കുന്നത് സമയം കഴിയുമ്പോഴാണ്. മനുഷ്യന്റെ ഏത് അനുഗ്രഹവും പരിശോധിച്ചു നോക്കൂ.
കണ്ണെന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമല്ലേ? അതിന് കലക്കലോ വേദനയോ വരുമ്പോഴാണ് കണ്ണിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. നാവിന് മുറിവുണ്ടായി, വലിയ അനുഗ്രഹമല്ലേ? ആ നാവിന് മുറിവുണ്ടായി സംസാരിക്കുമ്പോ പല്ലിൽ തട്ടി വേദന അനുഭവപ്പെടുന്നു. അപ്പോഴാണ് നമ്മൾ പറയാം, അല്ലോ എന്റെ നാവ്. അപ്പൊ കിട്ടിയ സമയം പാഴാക്കി കളയും, വെറുതെ ഇരിക്കും. ഉള്ള സമയം ഇബ്ലീസിന് വകുത്തു കൊടുക്കും. നല്ലതിന് മാത്രമേ എനിക്ക് സമയമില്ലാത്തതുള്ളൂ. ഭൗതികമായ ഒരുപാട് താല്പര്യങ്ങൾ എന്റെ മുമ്പിലുണ്ട്, അതിനെല്ലാം എനിക്ക് സമയമുണ്ട് എന്ന് പ്രവൃത്തിപഥത്തിൽ തെളിയിക്കുകയും ചെയ്യുന്ന ബുദ്ധിഹീനരായ ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സമയം കിട്ടിയാൽ വെറുതെ ഇരിക്കും, പള്ളിയിൽ വന്നാലും പുറത്തിരിക്കും, ബാക്കിലേക്കാണ് പോണത്. അത് സ്വാഭാവികമാണ്, നമ്മൾ കാണുന്ന കാഴ്ചയല്ലേ. അപ്പൊ സമയം നഷ്ടപ്പെടുത്തിയാൽ ദുഃഖിക്കും. ദുഃഖിക്കാത്ത ഒരാളും ഉണ്ടാകുകയില്ല. ദുഃഖിച്ചാൽ എന്തിന് പരിഹാരമുണ്ടല്ലോ? ഇവിടെ ഇതിന് പരിഹാരമില്ല. ഒരു സെക്കൻഡ് കിട്ടിയെങ്കിലെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന നേരം വരാറുണ്ട് എന്ന് അല്ലാഹു 2 സ്ഥലങ്ങളിലാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. സമ്പത്തും സന്താനങ്ങളും അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ. ആരങ്ങനെ ചെയ്യുന്നു ആ ആളുകൾ നഷ്ടക്കാരാണ്. നിങ്ങൾ ചിലവഴിച്ചോ, ചിലവഴിക്കാൻ പറയുകയാണല്ല. മരണം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ചിലവഴിച്ചോ. അഡ്വാൻസ് ആയിട്ടല്ല പറയണേ. ഫയഖൂല, ആ അവസരത്തിലെത്തുമ്പോ നിങ്ങൾ പറയും, റബ്ബി, എന്റെ രക്ഷിതാവേ, ലൗലാ ഖർതലീ ഇലാ അജലിൻ ഖരീബ്, അടുത്ത അവധി വരെ പിന്തിക്കാമോ. ആയി സംസാരിക്കുമ്പോൾ നമ്മൾ പറയും, തിരിച്ചു പിടിക്കുന്നു, അള്ളാഹുവിനോട് യാചിക്കുകയാണ്, അല്ലാഹ് എന്റെ ആയുസ്സിനെ ഒന്ന് നീട്ടിത്തരണം, ഇനിയൊരു മടക്കം കൂടി എനിക്ക് തരണം, ഞാൻ സൽകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ സമയം ഞാൻ നിനക്ക് തിരിച്ചു തരാം. ആയുസ്സിന് വേണ്ടി യാചിക്കുകയാണ് മനുഷ്യൻ. മണിക്കൂറുകളുണ്ടായി, മാസങ്ങളുണ്ടായി, വർഷങ്ങളുണ്ടായി, എത്ര കാലം ഇവിടെ ജീവിച്ച ആളുകളാണ്. നിങ്ങൾ ചരമകോളം നോക്കി, പത്രം വായിക്കുന്നവരല്ലേ? ആ പത്രം വായിക്കുമ്പോൾ അറിയാ ചരമകോളത്തിലെ ആരൊക്കെയാണ് മരണപ്പെട്ടു പോയത്. 100 വയസ്സും അതിന് താഴെയും എല്ലാം കാലാവധി പൂർത്തിയാക്കിയിട്ടാണ് ആളുകൾ പോകുന്നത്. നമ്മൾ അറിയാത്ത ആളുകളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. 80 വയസ്സിൽ, 100 വയസ്സിൽ. എന്നിട്ടും അല്ലാഹുവോട് പറയുകയാണ്, എന്റെ ആയുസ്സിനെ നീ നീട്ടിത്തരണം, ഞാൻ സൽകർമ്മങ്ങൾ ചെയ്തു കൊള്ളാം. അപ്പോൾ ആഖിറത്തിന്റെ നിദാനമായ മേഖലകളിലേക്കൊന്ന് കടന്നു ചെല്ലൂ. ഖുർആൻ പഠിക്കണോ? പള്ളിയിൽ വന്നാലും തഫ്സീർ ഇരിക്കുകയാണ്, അതിങ്ങനെ പൊടി പിടിച്ചിരിക്കുകയാണ്. അതൊന്ന് ഓതണം, അത് വായിക്കണം, അത് പാരായണം ചെയ്യണം, എന്റെ മനസ്സൊന്ന് തുറക്കട്ടെ. ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്തയുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയാൻ ഹദീസ് പഠിക്കണോ? ആഖിറത്തിന്റെ നിദാനമായ മേഖലകളിലേക്ക് ചെല്ലാൻ ഖുർആൻ പഠിക്കേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം ഒന്ന് പഠിക്കണ്ടേ? വ്യക്തി ജീവിതം എങ്ങനെയായിരുന്നു? നമ്മുടെ കുട്ടികളോട്, നമ്മുടെ കുടുംബിനികളോട്, മറ്റുള്ള സിനിമാ താരങ്ങളെ, കളിക്കാരുടെ കാര്യം ചോദിച്ചാൽ അവന് പറയും. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചോദിച്ചാൽ അവർക്കറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. അപ്പൊ ഖുർആൻ പഠിക്കണോ, ഹദീസ് പഠിക്കണോ? നിന്റെ മനസ്സിൽ നിലനിർത്താനാണ്. അപ്പൊ നമ്മൾ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, എനിക്ക് സമയമില്ല, എനിക്ക് ബിസിയാണ്. നമ്മളെ കയ്യിലിരിക്കുന്ന ഫോൺ പറയുന്ന പോലെ ബിസിയാണ് അയാൾ. അങ്ങേ തലയിൽ അയാൾ സംസാരിക്കുകയാണ്. നമ്മൾ സമ്പത്തിന് വേണ്ടിയുള്ള ഓട്ടമാണ്, സന്താനങ്ങൾക്ക്, കുടുംബിനികൾക്ക് വേണ്ടി. ഇവിടെ അന്തിമമായ അവസാനത്തെ ആഗ്രഹമാണ് അല്ലാഹുവോട് പറഞ്ഞത്, എന്റെ ആയുസ്സിനെ ഒന്ന് ചിന്തിക്കാമോ. മണിക്കൂറുകൾ കിട്ടണമെന്നില്ല, 1 സെക്കൻഡ് കിട്ടിയാൽ മതി. ഈ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹുവിന്റെ സ്നേഹത്തോടെയുള്ള വിളിയുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ. ആ വിശ്വാസികളെ എന്ന വിളിയെ പുറങ്കാല് കൊണ്ട് തട്ടി മാറ്റിയ മനുഷ്യർ, ഞാൻ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽപ്പെടാം, ഞാൻ സദക്ക ചെയ്തു കൊള്ളാം. അപ്പൊ അള്ളാന്റെ ഒരു മറുപടി ഉണ്ട്,
ഇദാ ജാഅ അജലുഹാ, ഒരാൾക്കും അയാളുടെ അവധി വന്നെത്തിയാൽ അല്ലാഹു നീട്ടിക്കൊടുക്കുകയില്ല. നമ്മൾ കാണുന്ന കാഴ്ചയില്ലേ, നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. പത്രത്തിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർ കുഴഞ്ഞു വീഴുന്നു, ഖുതുബ പറഞ്ഞുകൊണ്ടിരുന്ന ഖതീബ് കുഴഞ്ഞു വീഴുന്നു, പള്ളിയിൽ നമസ്കരിക്കാൻ വന്ന മതഭക്തൻ കുഴഞ്ഞു വീഴുന്നു, ഡോക്ടർ കൺസൾട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കുഴഞ്ഞു വീഴുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിരാശയോടുകൂടിയാണ് മനുഷ്യൻ മരണപ്പെടുന്നത്. ദുനിയാവിൽ നിന്ന് നമ്മൾ മരിക്കുന്നത് നിരാശയോടുകൂടിയാണ്. ആ നരകത്തിൽ എത്തിയിട്ട് പോലും നമ്മുടെ സ്വഭാവത്തെ കുറിച്ച് അല്ലാഹ് പറയാണ് സൂറ ഫാത്തിറിൽ, അവർ അവിടെ ചെന്നിട്ട് പോലും അട്ടഹസിക്കുന്നുണ്ട്. അട്ടഹസിക്കുമ്പോൾ ഒരു അപേക്ഷയും കൂടി അവർക്ക് റബ്ബിനോട് പറയാറുണ്ട്. എന്താണ് അവർ പറയുന്നത്? റബ്ബനാ, രക്ഷിതാവേ, അഖ്രിജ്നാ, ഞങ്ങളെ പുറത്തേക്കണം, നഅമൽ സ്വാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമലു, മുമ്പ് ഞങ്ങൾ ചെയ്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം. അപ്പോൾ അല്ലാഹു അവരോട് ചോദിക്കുകയാണ്, ആലോചിക്കുന്നവന് ആലോചിക്കാൻ മാത്രം നിങ്ങൾക്ക് നാം ആയുസ് നൽകിയില്ലേ? ഒരുപാട് കാലം ഇവിടെ ജീവിച്ചില്ലേ? 100 വയസ്സ് വരെ ജീവിച്ചില്ലേ? 80 വയസ്സ് വരെ ജീവിച്ചില്ലേ? മനുഷ്യനാണ്, തെറ്റുകൾ വരും. അങ്ങനെ തെറ്റ് വന്നാൽ ചിന്തിക്കാനും മടങ്ങാനുമുള്ള സമയം നിങ്ങൾക്ക് നാം നൽകിയില്ലേ? താക്കീരുകാർ വന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ വിലപ്പെട്ട സമയമാണ്, വെറുതെ ഇരുന്ന് കളയല്ലേ, പള്ളിയിൽ ഇരുന്ന് വർത്താനം പറയല്ലേ, മൊബൈലിൽ യൂസ് ചെയ്യല്ലേ, ഖുർആനോടോ. മലക്കുകൾ ഇറങ്ങുന്നുണ്ട്, വെള്ളിയാഴ്ചയാണ്, മലക്കുകളുണ്ട്, എല്ലാ വാതിലും മലക്കുകളുണ്ട്, അവർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോഴെന്താ പറയുന്നത്? നമ്മള് അതിനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അല്ലാഹ് പറയാണ്, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. അതങ്ങനെയാണല്ലോ. നരകത്തിൽ പോയ ആളുകൾ പറയും, പഠിച്ചോനെ എനിക്ക് ശിക്ഷ കുറക്കണം കേട്ടോ. അന്ന് അവരെ കുറക്കണ പരിപാടി ഇല്ല, അവിടെ കൂട്ടലാണ്, കുറക്കുന്ന പരിപാടി ഇല്ലെന്ന്. ഇവിടെയും അങ്ങനെ തന്നെയാണ് പറയുന്നത്, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. അക്രമികളായ ഒരാളെയും അല്ലാഹ് സഹായിക്കുകയില്ല. വെറുതെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് സമയം കളയുന്ന ആളുകളെ. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് ഒഴിവ് കഴിവ് പറയാൻ പറ്റാത്ത അത്രയും സമയം നമുക്ക് തന്നു. സമയത്തോടുള്ള ബാധ്യത നാം നിറവേറ്റണം. ഈ സമയം കൊല്ലുന്ന പരിപാടി നിർത്തണം. അപ്രസക്തമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാം. വിവിധ ചാനലുകൾ റിമോട്ടുമായിരിക്കുന്ന ആളുകൾ. ഇപ്പൊ ഇലക്ഷൻ വരികയല്ലേ, ആര് ജയിക്കും, ആര് തോക്കും, എത്ര കിട്ടും, എത്ര പോവും, അങ്ങനെ സമയം കളയാനൊരു വേദി. അങ്ങനെ അതുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട്. മണിക്കൂറുകളോളം ടെലിവിഷന്റെ മുമ്പിൽ കുത്തിയിരിക്കുന്ന ആളുകൾ, മൊബൈലിലൂടെ സമയം കളയുന്ന ആളുകൾ. ലോകം തന്നെ മൊബൈലിലാണ് എന്നാണ് പറയുന്നത്. കുട്ടികൾ, വൃദ്ധന്മാർ എല്ലാവരും അത് യൂസ് ചെയ്യുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്. മൊബൈലിലെ അതിപ്രസരം കൊണ്ട് എത്ര കുട്ടികളാണ് മരണപ്പെട്ടത്? 89 കുട്ടികൾ കാലയവനികൾക്കുള്ളിൽ മരണപ്പെട്ടു പോയി, മറഞ്ഞു പോയി. അവർ നന്നായി പഠിക്കുന്ന കുട്ടികളാണ് എന്നാണ്. പക്ഷേ അവരെ മൊബൈൽ വീഴ്ത്തിക്കളഞ്ഞു, മൊബൈൽ അവരെ ചതിച്ചു, മൊബൈലിൽ അവർ ശ്രദ്ധ കൊടുത്തു. വിദ്യാഭ്യാസത്തിൽ നിന്നും അവർ പിന്നോക്കം പോയി. ഈ കൊറോണ കാലത്ത് എത്ര കുട്ടികളാണ് ലഹരിക്ക് അടിമപ്പെട്ടത്? നമ്മളൊക്കെ കുട്ടികൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കും, പഠിക്കട്ടെ, അവള് പഠിക്കട്ടെ, അവൻ പഠിക്കട്ടെ, ഓൻ പഠിക്കട്ടെ. പക്ഷേ പഠിക്കലല്ല, അവർ കാണുന്നത് എന്താണ്? നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? അല്ലാഹ് കാണുന്നുണ്ട്. നമ്മൾ എന്താണ് കാണുന്നത്? റൂമിന്റെ ഡോർ അടച്ചിട്ട് കാണുന്നെങ്കിൽ അല്ലാഹ് കാണുന്നുണ്ട്. നമ്മൾ എന്താണ് കാണുന്നത്? നമ്മുടെ കാഴ്ചയും അത് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. നമ്മുടെ കർണപുടങ്ങളും നാളെ ചോദ്യം ചെയ്യപ്പെടും അല്ലാഹു. എന്നിട്ട് അല്ലാഹ് പറയാണ്, നിനക്ക് ഞാൻ തന്ന സമയം എങ്ങനെ പ്രയോജനപ്പെടുത്തി? നമ്മൾ വിചാരിക്കും വളരെ സിമ്പിളാണ്, സമയമല്ലേ അല്ലേ? അത് വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും ഒരുപോലെയാണ് സമയം. ഒരാൾക്ക് കൂടുതലും കുറവുമില്ല. ഭൗതിക ജീവിതത്തിൽ എന്തെങ്കിലും സമയം നഷ്ടപ്പെട്ടാലോ നമുക്ക് എന്ത് വെപ്രാളമാണ്. ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് വന്ദേ ഭാരതിൽ വരാൻ വേണ്ടി വൈകിപ്പോയി. അപ്പോൾ ഒരു ചങ്ങാതി പറഞ്ഞു, വണ്ടി പോയ ഉസ്താദേ. ഞാൻ ആകെ ഭയപ്പെട്ടു. പഠിച്ചു എങ്ങനെ ഇവിടെ എത്തും?
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സമാധാന സന്ദേശം കേൾക്കുന്നത്, വരുന്നതേ ഉള്ളൂ. അപ്പൊ അതാണ് ആ സമയമാണ് ഞാൻ വന്നിറങ്ങുന്നതും അത് വരുന്നതും. അല്പസമയം പിന്നിട്ട് പോയി. അതാണല്ലോ പറയുന്നത്, നിനക്ക് കിട്ടിയ സമയം എപ്പോഴും കിട്ടും എന്ന് നീ വിചാരിക്കരുത്. ആരോഗ്യം നഷ്ടപ്പെടും, രോഗം വരും, പിന്നെ ഒന്ന് സുജൂദ് ചെയ്യാൻ അവസരം കിട്ടുകയില്ല. ആരോഗ്യമുള്ളപ്പോൾ നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ സമയമില്ലെന്ന് പറഞ്ഞ ആളുകൾ പിന്നെ കസേരയിൽ നിന്ന് നിസ്കരിക്കേണ്ട ഗതികേടാണ്. നമ്മുടെ നാട്ടിലെ ഒരു ചൊല്ലുണ്ട്, എന്താണ്? പ്രായമാകുമ്പോ ഉമ്മയെ ഹജ്ജിന് കൊണ്ടുപോകണം, എന്നിട്ട് അവിടെ കിടന്ന് മരിച്ചാൽ അവിടെ അടക്കണം. ഏത് ഖുർആനിലാണ് പറഞ്ഞത്? ഏത് ഹദീസിലാണ് പറഞ്ഞത്? ആരോഗ്യമുള്ളപ്പോഴാണ് ചെയ്യേണ്ടത്. നമുക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, യാത്ര സുഖമുണ്ടെങ്കിൽ ഉടനെ ഹജ്ജിന് പോകണം. പിന്നെ മാറ്റിവെക്കാൻ സാധിക്കുകയില്ല. എന്റെ നാട്ടില് സീസണിലാണ് കച്ചവടം, ആ സീസണിലാണ് ഹജ്ജ് വരുന്നത്. അപ്പൊ ആളുകൾ മാറ്റിവെക്കും. എപ്പോഴാണ് പോകേണ്ടത്? കച്ചവടമെല്ലാം കഴിഞ്ഞിട്ട് പോകണം. അപ്പോഴെന്തായി? ആരോഗ്യം പോയി, സുഖമില്ല, പ്രഷർ കയറി, ഹാർട്ട് എല്ലാം പോയി. ഡോക്ടർ പറഞ്ഞു യാത്ര ചെയ്യരുത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, കിട്ടിയ സമയം പരമാവധി വിനിയോഗിക്കണം. വെള്ളിയാഴ്ച ദിവസമാണ് കിട്ടുന്നെങ്കിൽ അത് പരമാവധി വിനിയോഗിക്കണം. ഒട്ടനവധി ഓഫറുകളുമായിട്ടാണ് ഈ ദിവസം, ഈ സമയം നിങ്ങളുടെ മുമ്പിൽ വന്നത്. മനുഷ്യന്റെ ഹൃദയം വെളിപ്പെടുന്നല്ലോ ജീവനാടി എന്ന് പറയുന്നത്. ജീവിതം എന്ന് പറയുന്നത് മിനിറ്റുകളും സെക്കൻഡുകളുമാണ്. അതിലേക്കാണോ ഈ ഒരുക്കങ്ങള്? ഞാൻ ഇന്നലെ പുറപ്പെട്ടതാണ്, ഇനി വീട്ടിൽ നിന്ന് ചെല്ലും എന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല. ടിക്കറ്റൊക്കെ റിസർവേഷൻ ചെയ്തു, പക്ഷെ എത്തും. ഇതാണ് നമ്മുടെ അവസ്ഥയാണ്. നമ്മളെ എത്ര പേര് നമ്മുടെ വീട്ടിൽ ചെല്ലും, നമ്മളെ പെരയിൽ ചെല്ലും. വീട്ടിലിരിക്കുന്ന ഷർട്ട് അന്യരായ ആളുകളല്ലേ ഇത് അഴിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇന്റർനെറ്റിൽ നമ്മുടെ സമയം കളയല്ലേ, സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സമയം കളയല്ലേ. നമ്മളെല്ലാം ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നവരാണ്. ബിരിയാണി അല്ലേ, മത്സ്യം, മാംസം, എന്തൊക്കെ സാധനം കൊണ്ട് ഓർഡർ ചെയ്യും. അതുപോലെ നമ്മുടെ കുട്ടികൾ ഓർഡർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓർഡർ ചെയ്ത് പൊന്നാനിയിലൊരു കുട്ടി, 17 വയസ്സുള്ള ഒരു കുട്ടി മൊബൈൽ കളിച്ചു. അവന്റെ പൈസ പോയപ്പോൾ അവൻ എന്ത് ചെയ്തു? വിഷം വാങ്ങി കഴിച്ചു. നമ്മളല്ലേ അവനെ കാണിച്ചു കൊടുത്തത്. ഇന്ന് മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ എഴുത്തില്ല, വായനയില്ല, സംസാരമില്ല. ഉമ്മ ഇവിടെ ഇരുന്ന് റൂമിൽ ഇരുന്ന് മൊബൈൽ കാണും, അടുത്ത റൂമിൽ ഉമ്മ ഇരുന്ന് കാണും. എല്ലാവർക്കും ഓരോ മൊബൈലുകളാണ്. ഈ മൊബൈലിന്റെ ഉപയോഗം കൊണ്ട് നമ്മൾ എന്ത് നേടി? ചിന്തിക്കണം സഹോദരന്മാരെ. മാനുഷിക ബന്ധങ്ങൾ തകർന്നുപോയി. വീടിന്റെ ഉള്ളിരുന്ന് മുഖാമുഖം കണ്ട് വിദേശത്തുള്ള ആളുകളുമായി നമുക്ക് സംസാരിക്കാം, പക്ഷേ മനസ്സിന്റെ അകൽച്ചക്കുന്നൊരു പരിഹാരമില്ല. ഒരു കുടക്കീഴിൽ അണിനിരക്കേണ്ട ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകൾ പോലും അകന്നു പോയി. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, വളരെയധികം ശ്രദ്ധിക്കണം. മൊബൈൽ നമ്മൾ ഉപയോഗിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, അധികം ആളുകൾക്ക് നഷ്ടം വരുന്ന 2 കാര്യം. അവസാനം നമ്മൾ വിരല് കടിക്കും, യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ വിരല് കടിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വിസ്മരിച്ചു പോവുകയാണ്, മറന്നു കളയുകയാണ്. ഈ ആരോഗ്യം ഒന്ന് പ്രയോജനപ്പെടുത്തണം. ഖുർആൻ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു നോക്കി, അപ്പൊ ഉടനെ പറയും, എനിക്ക് ഇന്നൊരു കല്യാണം ഉണ്ടെന്ന് പോയത്. ഇന്ന് ഖുർആൻ ക്ലാസ് ഉണ്ടെന്ന് പറയുമ്പോഴാ പറയുന്നത്, ഇന്ന് വൈഫിനെയും കൊണ്ട് എയർപോർട്ടിൽ പോകണം, ഇന്നാണ് അവരുടെ യാത്ര, ഇന്ന് എനിക്ക് സൽക്കാരമുണ്ട്. തിരുവിതാംകൂടുന്ന ഒരു ഉസ്താദ് വരുന്നുണ്ട്, ഒരു മൗലവി, ഭയങ്കര പ്രശ്നമാണ്. അപ്പോഴും നമ്മൾ പറയുക, എനിക്ക് സമയമില്ലല്ലോ. എന്റെ നാട്ടിൽ ഞായറാഴ്ച ക്ലാസ് ഉണ്ട്, ശനിയാഴ്ച ഹദീസ് ക്ലാസ് ഉണ്ട്. അപ്പൊ ആളുകൾ പറയുന്നത്, എവിടെയാണ് സമയം? എനിക്ക് സമയമില്ല. പിന്നെ എപ്പോഴാണ് നമുക്ക് സമയം കിട്ടുന്നത്? ആളുകളിൽ നിന്ന് സദാ ഉയർന്നൊരു പരാതിയാണ്, സമയമില്ല എന്ന് പറയുന്ന ആളുകളുടെ സമയം അത് എപ്പോഴാണ് അവസാനിക്കാൻ പോകുന്നത്? നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകണം, അത്ര അറിയാം സമയത്തിന്റെ വില. ഒരു ഫോം പൂരിപ്പിച്ചിട്ട് അതിനെങ്ങനെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ തള്ളും, ഒപ്പിട്ട് കൊണ്ടുപോകാം. അപ്പൊ ബാക്കിലേക്ക് പോകും, പിന്നെയും തള്ളി ഫ്രണ്ടിലേക്ക് വരും.
അപ്പൊ ട്രെയിൻ പോകും. സമയത്തിന്റെ വില മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളിൽ ഈ ഇരിക്കുന്ന ഇരിപ്പുണ്ടല്ലോ, ആഖിറത്തിന്റെ ഇരിപ്പാണിത്. നാളെ ആഖിറത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ എഴുതുന്ന മലക്കുകളുണ്ട്. പക്ഷെ നിങ്ങളിൽ ആരെല്ലാം എന്തെല്ലാം സംസാരിച്ചു, എന്തൊക്കെ പ്രാർത്ഥിച്ചു, എന്തൊക്കെ ലക്ഷ്യത്തിലാണ് നിങ്ങളിവിടെ വന്നത്? 3 കാര്യത്തിനായിരിക്കണം നിങ്ങൾ പള്ളിയിൽ വരേണ്ടത്. അറിഞ്ഞുകൊള്ളണം. സംസാരിക്കാനല്ല, മൊബൈൽ ഉപയോഗിക്കാനല്ല. വിശ്വാസം, കർമ്മം, വിജ്ഞാനം, ഈ 3 കാര്യത്തിനല്ലാതെ നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾക്കത് സംസാരിക്കണമെങ്കിലും അത് പുറത്തു പോയിട്ട് വേണം. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ ഓർമ്മപ്പെടുത്തിയത്, നിഅമത്താണ് നിങ്ങളുടെ ആരോഗ്യം. നിങ്ങളെ ഈ സമയമുണ്ടല്ലോ, കഴിഞ്ഞ് കടന്നു പോകുന്ന സമയം, അത് വളരെ വിനോദിക്കാത്തതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ അശ്രദ്ധരാകരുത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, മൊബൈൽ ഉപയോഗിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. മൊബൈൽ ഉപയോഗിക്കണം, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അനാവശ്യമായി അത് ഉപയോഗിക്കാൻ പാടില്ല. അതിൽ തന്നെ നമ്മുടെ സമയം കളയരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സമയത്തെ കുറിച്ച് ചോദ്യമുണ്ട്. അങ്ങനെ നമ്മൾ നാളെ പരലോകത്ത് നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അന്ന് നമ്മൾ അറിയാതെ നമ്മുടെ വീതിൽ അടിച്ചു പോകും. എത്ര എത്ര കുത്തുകളാണ് ഈ മിമ്പറിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്റെ ജീവിതകാലത്ത് ഞാൻ മുന്നോട്ട് സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിലപിക്കുന്ന ഒരു സമയം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് വളരെ വ്യക്തമായി പറഞ്ഞു തരികയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിലപ്പെട്ട സമയം പരമാവധി ആഖിറത്തിന് വേണ്ടി വിനിയോഗിക്കാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഉസീബുൻ സായിയത്തി തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, 3 കാര്യം പറയാം. രണ്ടാമത്തെ ഖുത്ബ അതിനുവേണ്ടി വിനിയോഗിക്കുകയാണ്. ഒന്നാമത്തത്, നമ്മളൊരു റമദാൻ നേരിട്ടവരാണ്. വിശ്വാസികളായ നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് 3 സമ്മാനവുമായിട്ടാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 3 സമ്മാനം നേടിയെടുത്തവരാണ് നമ്മൾ. ഓരോരുത്തരും ചിന്തിച്ചു നോക്കി. പരിശുദ്ധ റമദാൻ നമ്മളോട് വിട പറഞ്ഞു. ഖുർആൻ നമ്മളോട് വിട പറഞ്ഞില്ല. നമസ്കാരം നമ്മളോട് വിട പറഞ്ഞില്ല. നോമ്പ് മാത്രമാണ് നമ്മളോട് വിട പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന 3 സമ്മാനവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പുതിയൊരു ജീവിതത്തിലേക്ക് വിശ്വാസികൾ പ്രവേശിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സമ്മാനം, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശ്വാസത്തോടും പ്രതിഫലത്തോടുകൂടി നമ്മൾ നോമ്പ് പിടിച്ചു. രണ്ടാമത്തെ സമ്മാനം, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നിർണയത്തിന്റെ രാത്രിയിൽ നിന്ന് നമസ്കരിച്ചു, ആ രാത്രിയെ ഹയാത്താക്കി പ്രതിഫലത്തോടെ വിശ്വാസത്തോടു കൂടി. ആരാണോ അത് ചെയ്തത്, അവന്റെ പാവങ്ങളൊന്നും. രണ്ടാമത്തെ സമ്മാനം. മൂന്നാമത്തെ സമ്മാനം, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമദാനിൽ നിന്ന് നിസ്കരിച്ചല്ലോ, അവർ 20 റക്അത്ത് നിസ്കരിച്ചപ്പോൾ നമ്മൾ 8 റക്അത്ത് വളരെ ബുദ്ധിമുട്ടി നിന്ന് കാല് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നിന്ന് നമസ്കരിച്ച ആളുകളുണ്ടല്ലോ, ആ ആളുകളെ കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഈ 3 സമ്മാനവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് എന്ന കാര്യം നാം വിസ്മരിച്ചു കണ്ടു. അതിന്റെ ഈ വെള്ളിയാഴ്ച കണ്ടില്ല, കഴിഞ്ഞ വെള്ളിയാഴ്ച ആയില്ലേ. അങ്ങനെ റമദാനിൽ ജീവിച്ചവരായിരുന്നെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഖുർആൻ ഓതാൻ മത്സരം, ദിക്ർ ചൊല്ലാൻ മത്സരം, നമുക്കെന്താ ആരോഗ്യം നൽകിയില്ലേ. എന്തെല്ലാം അനുഗ്രഹങ്ങളുമായിട്ടാണ്, എന്തെല്ലാം അനുഗ്രഹങ്ങളുടെ കുമ്പാരവുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. നിങ്ങളുടെ ബോഡിയിലേക്ക് നോക്കൂ. അല്ലാഹു ഈ ബോഡിക്ക് വിലയിട്ടിരുന്നുവെങ്കിൽ
38 ലക്ഷം രൂപയാണ്, 38 കോടിയാണ് ഒരു കുട്ടിക്ക് വേണ്ടി മരുന്നിന് വേണ്ടി ചെലവഴിച്ചത് അല്ലേ? അള്ളാഹു നൽകിയ ഈ ആരോഗ്യം എത്രമാത്രം വലുതാണ്. ആ ആരോഗ്യം നൽകി റമദാനിൽ ജീവിച്ചവരാണ്. അത് മറന്നു കളയരുത് എന്നാണ് ഒന്നാമതായി പറയുന്നത്. രണ്ടാമതായി, ഈ ഇലക്ഷനെ കുറിച്ച് എല്ലാ വെള്ളിയാഴ്ചയും നമ്മളങ്ങനെ പറയാറില്ല. ഇലക്ഷൻ രാഷ്ട്രീയം പറയും. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ ആളുകൾ, നമ്മുടെ നിയമങ്ങൾ അതൊക്കെ ഓരോ പിടിച്ച് ജീവിക്കേണ്ട ആ ആളുകൾ വരണം. എന്നിട്ട് പല ആളുകളും വെള്ളിയാഴ്ച ഇലക്ഷൻ വെച്ചിരിക്കുന്നു. പലർക്കും കൺഫ്യൂഷനാണ്. പലരും ചോദിക്കുന്നു, വലവി ജുമാക്ക് പോകണോ, വലവി വോട്ട് ചെയ്യണോ? ജുമാ നിർബന്ധമാണ്. എന്നാൽ ജുമായിൽ പങ്കെടുക്കണം, ഇലക്ഷൻ വോട്ട് ചെയ്യും. ഇതൊക്കെ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതം എന്റെ ഓർമ്മയിൽ ഇതുവരെ വെള്ളിയാഴ്ച ഇലക്ഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു സംശയമുണ്ട്. ജുമയ്ക്ക് പോകണോ, വോട്ട് ചെയ്യണം? ഇത് തന്നെയാണ് ചോദിക്കുന്നത് ഈ മൊബൈലിലൂടെ. അതുകൊണ്ട് എല്ലാവരും ജുമയ്ക്ക് പോകണം. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ സമയം വളരെ കറക്റ്റ് ആക്കണം. ഖുതുബയൊക്കെ ഒന്ന് ചുരുക്കണം. അതുകൊണ്ട് എല്ലാവരും രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല, കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാവരും വോട്ട് ചെയ്യണം. ആരും വോട്ട് ചെയ്യാതിരിക്കും. ഹത്തീബമാർക്ക് പ്രത്യേകമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ മൊബൈൽ നോക്കിയാൽ കാണാം എവിടെയെല്ലാം ഏതെല്ലാം പള്ളികളിലാണ് ഖുതുബയുടെ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്കറിയില്ല എങ്ങനെയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച പരമാവധി എല്ലാവരും ഖുതുബയിൽ പങ്കെടുക്കണം. പെട്ടെന്ന് നിസ്കരിച്ചിട്ട് ഖുതുബ ചുരുക്കി പെട്ടെന്ന് പോയി വോട്ട് ചെയ്തോളാം. രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷയവുമായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം മത്സ്യ മേഖലകൾ കൊല്ലം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എൻ്റെ നാട് തിരുവിതാംകൂർ, ആലപ്പുഴ. അതിൻ്റെ തൊട്ടടുത്ത പ്രദേശം. നമ്മുടെ തെക്കോട്ട് വളരെ കുറവാണ് ദീനി സ്ഥാപനം. വടക്കോട്ടാണ് കോളേജുകൾ. ഞാനൊക്കെ പഠിക്കുന്ന ദിവസം ഇവിടെ വരേണ്ടി വന്നു. ആദ്യകാലത്തൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് മലപ്പുറം മേഖലകളിലേക്ക്. ആ നാട്ടിലൊക്കെ വളരെ കുറവാണ് കോളേജുകളിൽ ദീനി വിദ്യാഭ്യാസം. പാവപ്പെട്ട വൃദ്ധരായ കുട്ടികളാണ് പഠിക്കുന്നത്. അവർക്ക് മതപരമായ ഇന്നങ്ങൾ കൊടുക്കണ്ടേ? അവിടെയുള്ള ആളുകളാണ് അത് നിലനിർത്തി പോകുന്നത്. 2005 തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. 50ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ആ കുട്ടികൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന ആ പൈസ ഉണ്ടല്ലോ, അവർ ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ സ്വർഗത്തിന്റെ പടവുകൾ ചവിട്ടി കയറിക്കൊണ്ടേയിരിക്കുമെന്നാണ്. നമുക്ക് അല്ലാഹു ഒരു കിരീടം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുട്ടികളെ സഹായിക്കണം, ആ കോളേജ് നിലനിർത്തണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ റമദാനിൽ ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചില്ല. അതുകൊണ്ട് എല്ലാവരും എന്നെ നിരാശനാക്കരുത്. നമ്മുടെ അമീർക്കായെ ഏൽപ്പിക്കണം. എന്നെ ഏൽപ്പിക്കാൻ പറ്റുന്നവരാണെങ്കിൽ എന്നെ ഏൽപ്പിക്കണം. ജലീലിക്കായി അവരൊക്കെ പുറത്തു ഉണ്ടാവും, അവരെ കൊടുക്കണം. നിസ്കാരം കഴിഞ്ഞ് വന്ന് വൃദ്ധിക്ക് പോകുന്ന ആളുകൾ എല്ലാവരും ആത്മാർത്ഥമായി സഹായിക്കണം. വളരെ ദയനീയമാണ്. ആ കുട്ടികളുടെ ഭക്ഷണവും അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ കാര്യങ്ങളും, മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല. ആ കോളേജ് നിലനിൽക്കും തോറും അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കും. പറഞ്ഞ 2 മലക്കുകൾ ഇറങ്ങിയിട്ടല്ലാതെ നേരം വെളുക്കുന്നതേയല്ല. ഒരു ഓഫറാണ് ചിലവഴിക്കുന്നവന് ഇരട്ടി നൽകണമേ, പിടിച്ചു വെക്കുന്നവര് നാശം. ഈ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു പരീക്ഷണം തന്നെയാണ്. നാളെ നമ്മുടെ കഴുത്തിൽ ചുറ്റും എന്നിട്ട് പറയും, ഞാൻ നിന്റെ സമ്പത്താണ്, നീ പിടിച്ചു വെച്ചിട്ടേ പെട്ടിയിൽ അലമാരയിൽ സൂക്ഷിച്ചു വെച്ചതാണ് എന്ന് ഒരു ശുചാകത്തായി ആ സർപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു നമ്മളെ അതിൽ നിന്നെല്ലാം കാത്തുരക്ഷിക്കട്ടെ. അവസാന സമയം നമുക്ക്, ഞാൻ ഇപ്പം അന്നാത്തെ മുൻപേ പറഞ്ഞതുപോലെ അവസാനം നമ്മൾ പറയും ഞാൻ ചെലവഴിക്കാം, പക്ഷെ രക്ഷയിക്കാം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഇത് ആത്മാർത്ഥമായി എല്ലാവരും സഹായിക്കണം. ആരും എന്നെ നിരാശരാക്കരുത്. ആദ്യമായിട്ടാണ് ഞാൻ കാസർഗോഡ് ഖുത്ബ പറയുന്നത്. കണ്ണൂരും തലശ്ശേരിയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്നെ വിളിച്ചു. ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്നലെ പുറപ്പെട്ടതാണ്. എല്ലാവരും ആത്മാർത്ഥമായി സഹായിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങൾക്ക് വേണ്ടിയുള്ള ആ ആവശ്യങ്ങൾ വെച്ചുകൊണ്ട്
അവിടെ കുട്ടികൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ഒരുമിച്ച് കൂടി നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിലെ ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകി നമ്മളെ അലങ്കരിക്കട്ടെ. അല്ലാഹു നമുക്ക് വേണ്ടി എല്ലാവിധ ഒത്താശകളും നാളെ പരലോകത്ത് ചെയ്തു തരുമാറാകട്ടെ. നമ്മുടെ വെറുങ്കയോടുകൂടിയാണ് തിരിച്ചു പോകുന്നത് ഏതാനും തുണികളുമായിട്ടാണ്. അങ്ങനെ ആരോരുമില്ലാത്ത ഇട്ടറി അവിടെ നമുക്ക് ചെയ്യുന്ന സംക്രമങ്ങൾ ഒരു തുണയായി അല്ലാഹു പ്രദർശിപ്പിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ആളുകൾക്ക് അല്ലാഹു പുറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ രോഗമെല്ലാം ശിവ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصرنا على القوم الكافرين. اللهم أجرنا وأجر والدينا من النار. اللهم انصر إخواننا المجاهدين فلسطين. اللهم اهد المسجد الاقصى يا رب العالمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم.